ഹരി ഓം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർ സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ഗുരുവിനും സഹസാധകർക്കും ഗുരുദാസിൻ്റെ ആത്മപ്രണാമം. ഒരുപാട് ദോഹകളിലൂടെ നമ്മൾ കടന്നുപോയി. കുറേയൊക്കെ ഗുരുദാസ് ജി പറയാൻ ശ്രമിച്ചു, കുറേയൊക്കെ നാരായണദാസ് ജി പറഞ്ഞു. ഈ ദോഹകളിലെല്ലാം ശരിക്കും പ്രശ്നമെന്താണ് എന്ന് ചോദിച്ചാൽ, കബീർദാസ് ജി നമ്മളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വീടാണ് പ്രശ്നം. വീടാണ് പ്രശ്നം ശരിക്കും, അല്ലേ? ഒരിക്കൽ നമ്മളോട് കബീർദാസ് ജി പറഞ്ഞു, നീ കത്തിക്ക്, നിന്റെ വീട് നീ കത്തിക്ക്. നമ്മൾ കത്തിച്ചോ? കത്തിച്ചിരുന്നെങ്കിൽ ഇവിടെ ഗുരുദാസിന്റെ പാഴ്വാക്കുകൾ കേൾക്കേണ്ടി വരില്ലായിരുന്നു നിങ്ങൾക്ക്. അങ്ങനെയുള്ള ഒരു വീട് കത്തിക്കാതെ വീണ്ടും നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മൾ അതിനൊരു പേര് കൊടുത്തു, നമ്മുടെ ആത്മീയ യാത്രയാണ്. എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ളത്? നമ്മുടെ വീട്ടിൽ നമ്മുടെ പൂർവ്വസൂരികളുണ്ട്, നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട്. ബന്ധങ്ങളുടെ ഒരു വലിയ ചങ്ങലക്കെട്ടാണ് ശരിക്കും ആ ബന്ധനങ്ങളെല്ലാം. സ്വാഭാവികമായും അതിനെ പറിച്ചെറിയണം, അല്ലെങ്കിൽ അതിനെ തകർത്തെറിയണം എന്ന് കബീർദാസ് ജി എത്ര പ്രാവശ്യം പറഞ്ഞാലും നമ്മൾ ചെയ്യില്ല, നമ്മളെ കൊണ്ട് ഒക്കില്ല. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് നമ്മുടെ വീട് എന്ന് നമ്മൾക്ക് ശരിക്കും തിരിച്ചറിയണമെങ്കിൽ നമ്മൾ നമ്മളുടെ ഉള്ളിലെ നിരീക്ഷകനെ ഉണർത്തണം. എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ നിരീക്ഷകനെ ഉണർത്തുന്നത് എന്ന് ചോദിച്ചാൽ, ശരിക്കും എന്താണ് നമ്മുടെയൊക്കെ വീടുകളിൽ ഉള്ളത്? ആദ്യം നമുക്ക് ബോധ്യമാകുന്നത് കുറേ ചുടുകട്ടകളും കുറേ സിമെന്റ് മോട്ടറും കുറേ വാതായനങ്ങളും ജനലകളും എല്ലാം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു സൗധം, അതാണ് നമ്മുടെ വീട്. അപ്പൊ പലരും നമ്മളോട് പറഞ്ഞു, കുടുംബമാകണമെങ്കിൽ കൂടുമ്പോൾ ഈണമുള്ളതാകണം കുടുംബം. അതുകൊണ്ട് നമ്മൾ ആ ഈണം വരുത്താൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ശ്രമിക്കുകയും ചെയ്യും ഇനിയും. അപ്പൊ കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം നമ്മുടെ വീടെങ്കിൽ ആ ഇമ്പം നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം? വീണ്ടും നമ്മുടെ നിരീക്ഷകനോട് നമ്മൾ പറയണം, ഒന്നുകൂടി നമ്മൾ ഉള്ളിലേക്ക് പോയേ. നമുക്ക് ജന്മം തന്ന അമ്മ, നമ്മുടെ പിതൃത്വം അവകാശപ്പെടുന്ന അച്ഛൻ, നമ്മുടെ സഹോദര തുല്യരായ കുറേ ആൾക്കാർ, നമ്മളുടെ മകന് അല്ലെങ്കിൽ മകള്, അങ്ങനെയുള്ള കുറെ. ഒന്നുകൂടി നമ്മൾ അകത്തേക്ക് ചിന്തിക്കുമ്പോൾ, നമ്മുടെ നിരീക്ഷകനിൽ ഉണർവ് സംഭവിക്കുമ്പോൾ, ഇതിൻ്റെ എല്ലാം കാതലായ അടിസ്ഥാനം എന്താണ് എന്ന് നമ്മൾ അങ്ങോട്ട് ചിന്തിക്കണം. സ്നേഹം കൊണ്ടാണ് നമ്മളുടെ ഓരോരുത്തരെയും വീട് നിർമ്മിച്ചത് എന്ന് നമ്മൾ പറഞ്ഞാൽ കോടതികളുടെ ആവശ്യം ഇവിടെയില്ല, രജിസ്ട്രാർ ഓഫീസുകളുടെയും ആവശ്യം ഇവിടെയില്ല, മതിലുകൾ പ്രത്യേകം കെട്ടേണ്ടി വരില്ല. ഇനി മതിലുകൾ ഉണ്ടെങ്കിലും യഥാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ, അടൂർ ഗോപാലകൃഷ്ണന്റെ മതിലുകളിൽ പറയുന്നത് പോലെ ഒരു ചെറിയ സോഴ്സ് ഉണ്ടെങ്കിൽ ആ പ്രണയം അവിടെ പൂവിടും. പിന്നെ എന്താണ് നമ്മുടെയൊക്കെ വീടുകളിൽ ഉള്ളത്? നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ഒന്നുകൂടി നിരീക്ഷകൻ ഞാൻ എടുത്തു പറയുന്നതാണെന്ന് വെച്ചാൽ,
നമ്മളെ അതിനകത്തിൽ ഉൾക്കൊള്ളിക്കരുത് എന്ന് പറയാനാണ്. നമ്മളെ മാറ്റി നിർത്തി അതിനെ നോക്കാൻ നമ്മൾ ശ്രമിക്കണം. മറ്റൊരാളായി നിന്നതിനെ നമ്മൾ കാണണം. കാണുമ്പോൾ മാത്രമേ നമുക്കതിനെ ശരിയായി മനസ്സിലാക്കാൻ കഴിയൂ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മളെ ഒരച്ഛനായി, അപ്പൂപ്പനായി, അമ്മൂമ്മയായി, അമ്മയായി നിലനിർത്തുന്നതിൻ്റെ ഒരടിസ്ഥാനം ഭയമാണ്. അതെന്തൊരു വിവരക്കേടാണ് ഗുരുദാസ് പറയുന്നത്. ഒരു കുടുംബത്തെ നിലനിർത്തുന്നത് ഭയമാണോ? ഞാൻ അച്ഛനാണെങ്കിൽ അച്ഛൻ ചെയ്തിരിക്കേണ്ട കുറേ കാര്യങ്ങൾ ഈ സമൂഹം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന ചിന്ത, ആ ചിന്തയിൽ നിന്നുണ്ടാകുന്ന ഭയം. അമ്മയാണെങ്കിൽ ഈ സമൂഹം നമുക്ക് കൽപ്പിച്ചു കൂട്ടിത്തന്ന കുറേ കാര്യങ്ങളുണ്ട്. സഹനത്തിൻ്റെ ദേവതയാണ് അമ്മ, അത് ഞാൻ പാലിക്കുന്നുണ്ടോ? ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും അമ്മയായാലും അച്ഛനായാലും മറ്റുള്ളവരായാലും സ്വയം, സഹോദരനാണെങ്കിൽ സഹോദരിയോടുള്ള കടപ്പാട് അത് ഞാൻ നിറവേറ്റുന്നുണ്ടോ? ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഭയം, അതാണ് നമ്മളെ ഒരു രീതിയിൽ ഈ കുടുംബത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ നിലനിർത്തുന്നത്. ഇനി അതിൻ്റെ മറ്റൊരു ചേരുവയാണ് അഹംഭാവം. എങ്ങനെയാണ് അഹംഭാവം? ഞാൻ അച്ഛനാണ്, ഞാൻ അമ്മയാണ്, കുട്ടികളിലെ പൂർണ്ണ അവകാശം നമുക്കാണ്. ഞാൻ അച്ഛനായത് എൻ്റെ ഗുണം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിച്ചാൽ ഇതേപോലെ പമ്പര വിട്ടു വേറെ ഈ ലോകത്തിൽ ഉണ്ടാകില്ല, ഒരു സംശയവുമില്ല. ഭഗവാൻ ഏതോ ഒരു നിമിഷത്തിൽ നമ്മളോട് പറഞ്ഞ കാര്യം എന്താണ്? കടന്നു വരുന്ന ഒരാത്മാവിന്, ഒരു സോഴ്സിന്, അവൻ തിരഞ്ഞെടുക്കുന്ന ഗർഭപാത്രത്തിൽ നിന്റെയും കൂടി ബീജം കലർന്നു വേണം അവന് ഈ ഭൂമിയിലേക്ക് വരാൻ, അവൻ്റെ കർത്തവ്യങ്ങൾ ചെയ്യാൻ എന്ന് നമ്മളോട് ഭഗവാൻ പറഞ്ഞപ്പോഴാണ് നമ്മളൊരു വിവാഹത്തെക്കുറിച്ചും അതിലൂടെ ഉണ്ടാകുന്ന മക്കളെക്കുറിച്ചും ഒക്കെ ആലോചിച്ചത്. അങ്ങനെ ആ മകൻ വന്നു കഴിഞ്ഞാൽ അവനിൽ പൂർണ്ണ അവകാശം സ്ഥാപിക്കാനുള്ള നമ്മുടെ ശ്രമമാണ് നമ്മുടെ അഹംഭാവം. അപ്പൊ ഭയവും അഹംഭാവവും പിന്നെ എന്താണ്? സംശയങ്ങൾ. സത്യസന്ധമായി നമുക്കാർക്കും പറയാൻ കഴിയില്ല നമ്മുടെ വീടുകൾ സംശയരഹിതമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സംശയം വരുന്നത് പരസ്പര ബന്ധങ്ങൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് ഒരഭിപ്രായം ഒരാൾ പറഞ്ഞാൽ പല അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് ആ വസ്തുവിനെ കുറിച്ചുള്ള അജ്ഞാനമാണ്. ഇങ്ങനെയുള്ള വിവിധ ഭയങ്ങളുടെയും അഹംഭാവത്തിൻ്റെയും സംശയങ്ങളുടെയും ഒക്കെ ഒരു ചേരുവയാണ് കുടുംബം. നമ്മൾ സ്നേഹിക്കാൻ ശ്രമിക്കുമ്പോൾ ഐ ലവ് യു എന്നാണ് നമ്മൾ പറഞ്ഞു പഠിക്കുന്നത്. അങ്ങനെ പാടില്ല. പ്രണയത്തിന് ലിംഗഭേദമില്ല, ഐ ഇല്ല, യു ഇല്ല. അങ്ങനെയാണ് ആ വീട് പോകുന്നത് എങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും പ്രണയം തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. ഇങ്ങനെ പല ചേരുവകളാൽ, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഒരു വീട്, പഞ്ചേന്ദ്രിയങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന വീട്, ഈ വീടിനെ കത്തിച്ചു കളയൂ എന്നാണ് നമ്മളോട് കബീർദാസ് ജി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അത് നമ്മൾ കേൾക്കാത്തത് കൊണ്ടാണ് കഴിഞ്ഞ ദോഹയിൽ കബീർദാസ് ജി നമ്മളോട് പറഞ്ഞു, ഇതൊന്നും നിങ്ങളെ കൊണ്ട് കഴിയില്ല, ഇതിനെ ഒന്നും കത്തിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വീടല്ല ഇതെന്ന് നിങ്ങൾ ധരിക്കണം. അങ്ങനെയാണ് കഴിഞ്ഞ ദോഹയിൽ കബീർദാസ് ജി നമ്മളോട് പറഞ്ഞത്. നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീട് അത് നിങ്ങളുടേതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നശ്വരമാണ് ആ വീട്, ആ വീട്ടിലെ സമ്പാദ്യങ്ങൾ. ഒന്നുകൂടി വിശാലമായി ചിന്തിച്ചാൽ ഈ ഭൂമി തന്നെ നശ്വരമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ നമ്മൾ പറയും, നമ്മൾ ജനിച്ചപ്പോൾ ഭൂമി ഉണ്ടായിരുന്നു, ഇനി മരിക്കുമ്പോഴും ഭൂമി ഉണ്ടാകും. ഭൂമി എങ്ങനെയാണ് നശ്വരമാകുന്നത്? ഒരു ഗ്രഹത്തിന്റെ മരണം നമ്മൾ കണ്ടു. പ്ലൂട്ടോ വെറും കരിക്കട്ടയായി അത് മാറുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിൻ്റെ ഗുരുത്വാകർഷണം നഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടു. സൂര്യൻ അതിലുള്ള ആകർഷണവും നഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടു. ഇപ്പോഴും നമ്മളിത് വിശ്വസിച്ചിട്ടില്ല.
അപ്പോൾ തീർച്ചയായിട്ടും കബീർദാസ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നശ്വരമായ വെറും മണ്ണാണ് ഈ ഭൂമി. ആ മണ്ണിൻ്റെ ചേരുവയിൽ എന്തൊക്കെയോ വ്യത്യാസം വരുത്തിയപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും മുഖമായി അത് മാറി. ആ മുഖമാണ് സത്യമെന്ന് ധരിച്ച്, ആ മണ്ണാണ് സത്യമെന്ന് ധരിച്ച് നമ്മൾ ഇവിടെ ജീവിക്കുന്നു. നീ ആ വിശ്വാസം കളയൂ എന്നാണ് നമ്മളോട് കഴിഞ്ഞ ദോഹയിൽ കബീർദാസ് ജി പറഞ്ഞത്. എല്ലാം നശ്വരമാണ്. അവസാനം ശ്വാസനിശ്വാസം പോലും അഹങ്കാരത്തോടെ നമ്മൾ പറയുന്നു, ഗുരുവാക്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല. നമ്മളെ പല പ്രാവശ്യം ഗുരുദാസ് ഒരുപക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ടാകും, നമ്മുടെ വീക്ഷണം മാറണം. നമ്മുടെ വീക്ഷണം എന്താണ്? എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത ഒരാള് ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ട് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഗുരുവായൂരപ്പനെ കാണുകയാണ്. അവിടെ മണിക്കൂറുകൾ കാവലിരിക്കുന്നു. കാവലിരുന്ന് ഭഗവത് ദർശനം ലഭിക്കുന്നു. ആ ദർശനം ലഭിച്ചു, നമുക്ക് പാൽപ്പായസം പ്രസാദമായി കിട്ടുന്നു. വളരെ ആശ്വാസമായി പറയും, ഭഗവാനെ ഇന്നെൻ്റെ ജന്മം സഫലമായി, അങ്ങ് അനുഗ്രഹിച്ചു. ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട്. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആ നിമിഷം വരെ നമ്മളെടുത്ത ശ്വാസത്തിൻ്റെ ഉടമയാര്? നമ്മളെടുത്ത നിശ്വാസത്തിൻ്റെ ഉടമയാര്? ഇത് നമ്മൾ ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മളൊരു പാൽപ്പായസത്തിന് പുറകെ ഒരിക്കലും പോകില്ല. ആ ശ്വാസനിശ്വാസങ്ങളുടെ പോലും ഉടയോനായിരിക്കുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പനെ നമ്മൾ കാണണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് പീഡ ഉണ്ടാക്കി നമ്മൾ അവിടം വരെ ചെല്ലണമെന്ന് പറഞ്ഞാൽ, മഞ്ജുളയ്ക്ക് അവിടെ പോകാൻ സമയം കിട്ടില്ല എങ്കിൽ മഞ്ജുള മാല കൊണ്ട് ചെന്ന് എവിടെയിടും? ആൽത്തറയിൽ ഇട്ടിട്ട് പോകും. ഭഗവാൻ അതെടുത്ത് അഭിമാനത്തോടുകൂടി അണിയും. എവിടെയാണ് 8 മണിക്കൂർ ക്യൂ നിൽക്കുന്നത്? കുറൂരമ്മയ്ക്ക് ഒട്ടും സമയമില്ല. ജോലിയുടെ പുറത്ത് ജോലി, വാർദ്ധക്യം. ഭഗവാനെ, എൻ്റെ കണ്ണ, നീ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറയുമ്പോൾ ഒരു ഉണ്ണിയായി വന്നു നിന്ന് ദാസ്യമേറ്റെടുക്കുകയാണ് ഭഗവാൻ. എവിടെയെങ്കിലും നമ്മൾ ചരിത്രത്തിൽ വായിച്ചോ കുറൂരമ്മ ഗുരുവായൂരിൽ പോയി ഭഗവാനോട് യാചിക്കുന്നത്? വില്ലമംഗലം സ്വാമിയാർ എന്താണ് ചെയ്തത്? ദീപാരാധന സമയത്ത് നടയടയ്ക്കുമ്പോൾ കുസൃത്തരങ്ങളുടെ മേളവുമായി ഉണ്ണിക്കണ്ണനെത്തും. എത്തി തൻ്റെ ലീലകളാടുമ്പോൾ ആ കണ്ണനോട് തൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം തേടും. നമുക്കറിയാം അന്ത്യവയോധികനായ ബ്രാഹ്മണന് സംഭവിച്ച കഥ. ഉദരവേദന മൂലം ബ്രാഹ്മണൻ സ്വാമിയാരോട് പറഞ്ഞു, ഇന്ന് നടയടയ്ക്കുമ്പോൾ ഭഗവാനോടൊന്ന് ചോദിച്ചേക്കണം. നടയടച്ചു, ഭഗവാൻ വന്നു. ഭഗവാനോട് ചോദിച്ചു, എന്താ ഭഗവാനെ ഇങ്ങനെ? ഈ പാവപ്പെട്ട ബ്രാഹ്മണന്, ജ്ഞാനബ്രാഹ്മണനായ ഇദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിക്കാൻ എന്താണ് കാരണം? ഒരു ദയവുമില്ലാതെ ഉള്ളി പറഞ്ഞു, ഇവന് ജന്മജന്മാന്തര പ്രാരാബ്ധമാണ്, അനുഭവിച്ചു തീർക്കണം. നട തുറന്നു വന്ന് ഇത് തന്നെ പറഞ്ഞു സ്വാമിയാർ ഈ ബ്രാഹ്മണനോട്. ആലോചിച്ചു നോക്കി, ദൈവം പോലും നമ്മളെ കൈവിട്ട അവസ്ഥ. അവന്റെ മുൻപിൽ മറ്റൊരു മാർഗങ്ങളും പിന്നെ ഇല്ല. അവിടെ അവസാനിക്കുകയാണ് അവന്റെ ജീവിതം. അങ്ങനെ നടന്ന് ലക്ഷ്യമില്ലാതെ നടന്ന ബ്രാഹ്മണൻ നിയോഗം പോലെ എത്തിച്ചേർന്നത് കുറൂരമ്മയുടെ ഇല്ലത്ത്. രാവിലത്തെ ഉപാസന കഴിഞ്ഞ് ഉണ്ണിക്ക് നിത്യവും കഴിഞ്ഞ് ആ ഫലവുമായി തിരിച്ചിറങ്ങി വന്ന അമ്മയുടെ മുമ്പിൽ ലക്ഷ്യമറിയാതെ ആ ബ്രാഹ്മണൻ നിന്നു. എന്താ നിന്റെ പ്രശ്നം എന്ന അമ്മയുടെ ചോദ്യത്തിന്, എൻ്റെ ഉദരവേദനയാണ് പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ, ദാ ഈ പഴം കഴിച്ചാൽ മതി, മാറിക്കോളും എന്ന് കുറൂരമ്മ പറഞ്ഞു. ബ്രാഹ്മണൻ ആ പഴം തൊലി പോലും കളയാതെ കഴിച്ചു എന്നാണ്. തൻ്റെ ഇല്ലത്തെത്തുന്നതിന് മുമ്പേ ഒരിക്കലും അവസാനിക്കില്ല എന്ന് കരുതിയിരുന്ന ഉദരരോഗം അയാളെ വിട്ടുപിരിഞ്ഞു.
എവിടെയാണ് പ്രശ്നം? ആ ബ്രാഹ്മണനും ആലോചിച്ചത് നമ്മളെപ്പോലെ ഇത് തന്നെയാണ്. എന്താണ് സംഭവിച്ചത്? വില്ലമംഗലമാണോ മുകളിൽ, കുറൂരമ്മയാണോ? എന്തുകൊണ്ട് വില്ലമംഗലം പറഞ്ഞപ്പോൾ ഭഗവാൻ കേട്ടില്ല? എന്തുകൊണ്ട് കുറൂരമ്മ പറഞ്ഞപ്പോൾ കേട്ടു? ഇതേ സംശയം വില്ലുമംഗലത്തിൻ്റെ അവിടെ ചെന്നിട്ട് ഈ ബ്രാഹ്മണൻ ചോദിച്ചപ്പോ, നടയടച്ചപ്പോ ഇതേ സംശയം ഭഗവാനോടും ചോദിച്ചു. ഭഗവാൻ ഉത്തരം പറഞ്ഞു, നീ എന്താണ് എന്നോട് ചോദിച്ചത്? ബ്രാഹ്മണന്റെ ഉദരവേദനയ്ക്ക് ഹേതു എന്താണ് എന്നായിരുന്നു നിന്റെ ചോദ്യം. എൻ്റെ ഉത്തരം ആ ചോദ്യത്തിനുള്ളതായിരുന്നു. അവന്റെ ഈ ഉദരവേദനയ്ക്ക് ഹേതു അവന്റെ കർമ്മ പ്രാരാബ്ധങ്ങളാണ്. അതവൻ അനുഭവിച്ചു തീർക്കണം. കുറൂരമ്മ അങ്ങനെ ആയിരുന്നില്ല പറഞ്ഞത്. ഉണ്ണിക്ക് നേദിച്ച ഈ ഒരു പഴം നീ കഴിച്ചാൽ നിന്റെ വേദന മാറും. വേദന മാറും. എന്റെയാണോ കുറ്റം, നിന്റേതാണോ? അപ്പോഴാണ് ശരിക്കും തൻ്റെ മുമ്പിൽ വന്നു നിന്ന് ഒരു ഉണ്ണിയെ പോലെ കളിക്കുന്ന ഭഗവാന്റെ ശരിക്കുമുള്ള രൂപം വില്ലുമംഗലത്തിന് മനസ്സിലായത്. ഭഗവാനോട്, ഗുരുവിനോട് ഏത് കാര്യം ചോദിക്കുമ്പോഴും വളരെയധികം ഗൗരവത്തോടെ, ശ്രദ്ധയോടെ ആലോചിച്ച് ചോദിക്കണം. വേണ്ടേ? എൻ്റെ വീട്ടിൽ പട്ടിശല്യം, ഞാൻ എന്ത് ചെയ്യണം ഗുരു? ഇത് ഗുരുവിനോട് ചോദിക്കേണ്ട ചോദ്യമാണോ? ആണോ? ഒരു ഗുരുവിന്റെ സമയം, അതിനെക്കുറിച്ച് ശിഷ്യൻ ശ്രദ്ധവാനായിരിക്കണം. ഈ ലോകത്തിന് മുഴുവൻ സുഖം പ്രദാനം ചെയ്യാനായി രാപകലോളം തൻ്റെ സമയം ഉപയോഗിക്കുന്ന ഒരു ഗുരുവിൻ്റെ സമയം അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മൾ കവർന്നെടുക്കുമ്പോൾ കർമ്മപ്രാരബ്ധം വീണ്ടും നമ്മളെ പിടികൂടുന്നു. ഗുരു തന്നോട് എന്താണോ പറഞ്ഞത്, നീ നിന്നെ അറിയണം, നീ തീരുമാനിക്കണമെന്ന് പറഞ്ഞ ഗുരുവിനോടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നീ നിന്നെ അറിഞ്ഞു, അറിയാൻ ശ്രമിച്ചോ? മാർഗനിർദ്ദേശത്തെ മാർഗദർശനമാക്കി മാറ്റണം ശിഷ്യന്മാർ. ഗുരു നിർദ്ദേശിക്കുന്ന മാർഗത്തിലൂടെ ആ നിർദ്ദേശത്തിനനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ അതൊരു ദർശനമായി മാറും, സാക്ഷാത്കാരമായി മാറും. അതാണ് ഒരു ശിഷ്യൻ ചെയ്യേണ്ടത്. ഇവിടെ ഈ സംശയം ചോദിച്ചതിന് ഒരു മറുപടി കൂടി ഭഗവാൻ ഉണ്ടായിരുന്നു. വളരെ ശ്രദ്ധിക്കണം നമ്മൾ. നീ എന്നെ ഉപാസിക്കാൻ തുടങ്ങിയിട്ട് 5 ജന്മം, കുറൂരമ്മ ഉപാസിക്കാൻ തുടങ്ങിയിട്ട് 7 ജന്മം. ഞാൻ ആരുടെ വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്? ഇനി ആലോചിച്ച് നമ്മുടെ കഥ. കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഇല്ല. നമ്മൾ എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന്. ഇല്ലേ? ഭാഗ്യം കൊണ്ട് 18 ജന്മങ്ങളുടെ പ്രാരാബ്ധങ്ങളെല്ലാം അഴിച്ചതിൻ്റെ പുണ്യമായ ഒരു ഗുരുവിനെ നമുക്ക് കിട്ടുമ്പോൾ ഗുരുവിനെ സംശയിക്കാൻ സമയം മെനക്കെടുത്തി നമ്മൾ അടുത്ത 18 ജന്മത്തിൻ്റെ പ്രാരാബ്ധം കൂടി ഏറ്റെടുക്കുന്ന വിദഗ്ധരാണ് നമ്മൾ. അപ്പൊ കബീർദാസ് ജി നമ്മളോട് പറഞ്ഞത്, നീ നിന്റെ വീട് കത്തിക്കണം. ഭയം കൊണ്ടുണ്ടായ, അഹംഭാവം കൊണ്ടുണ്ടായ, സംശയങ്ങൾ കൊണ്ടുണ്ടായ നിന്റെ വീട് കത്തിച്ചാൽ എന്ത് സംഭവിക്കും? എങ്ങനെയാണോ ഉരകങ്ങൾ അതിൻ്റെ ശൽക്കം പൊഴിക്കുന്നത്, ആരും തീരുമാനിച്ചിട്ടല്ല ഉരകങ്ങൾ അതിൻ്റെ ശൽക്കം പൊഴിക്കുന്നത്. അതായിട്ട് ചെയ്യുന്നതാണോ? അതുമല്ല. മാറ്റങ്ങൾ അനിവാര്യമാണ്. ആ മാറ്റങ്ങൾ ഒരു നിയോഗം പോലെ എല്ലാവരുടെയും, അത് വൃക്ഷലതാദികളുടേതായാലും മനുഷ്യ ജന്തുക്കളുടേതായാലും അല്ലെങ്കിൽ നാൽക്കാലികളുടേതായാലും ആരുടെയും ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കും. ഇതിൽ സമ്മർദ്ദത്തിലാകേണ്ട ചുമതല നമുക്ക് ഇല്ല. നേരത്തെ പറഞ്ഞ വീട്ടിൽ നിന്ന് ഭയം ഒഴിഞ്ഞു പോകുമ്പോൾ, സംശയങ്ങൾ ഒഴിഞ്ഞു പോകുമ്പോൾ, അഹംഭാവങ്ങൾ ഒഴിഞ്ഞു പോകുമ്പോൾ നേരത്തെ നമ്മൾ കെട്ടിപ്പൊക്കിയ വീട് നമ്മളായിട്ട് കത്തിച്ചു കഴിഞ്ഞിരിക്കും. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. എനിക്കെൻ്റെ കടമയുണ്ടായിരുന്നു, എൻ്റെ കർമ്മമുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ
എങ്ങനെയാണോ പാണ്ഡവർ വാനപ്രസ്ഥം സ്വീകരിച്ചത്, അതേപോലെ നമ്മളും വാനപ്രസ്ഥം സ്വീകരിക്കാൻ തയ്യാറാകണം. തയ്യാറാകുമോ? എന്നുള്ളതെല്ലാം വിട്ടിട്ട് ഒരു ദിവസം മകളെ നീ പിടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുന്ന ആ ഒരു ദൃശ്യം ഒന്ന് ആലോചിച്ച്. അങ്ങനെ ഇറങ്ങിപ്പോകണമെന്നല്ല ഗുരു നമ്മളോട് പറയുന്നത്. എന്താണ്? നമുക്ക് ഈ ജന്മത്തിൽ ഭഗവാൻ തന്നിരുന്ന ഒരു സ്പാൻ ഉണ്ട്, ലൈഫ് സ്പാൻ. നീ 60 വർഷം ജീവിച്ചിട്ട് വാ, അല്ലെങ്കിൽ നീ 15 വർഷം ജീവിച്ചിട്ട് വാ, അല്ലെങ്കിൽ നീ 90 വർഷം ജീവിച്ചിട്ട് വാ ഭൂമിയിൽ പോയി എന്ന് നമ്മളോട് പറഞ്ഞാണ് ഇങ്ങോട്ട് വിട്ടത്. എന്തിനാണ് ഈ മനുഷ്യജന്മം, പുണ്യമായ മനുഷ്യജന്മം തന്നത്? ഇതുവരെ ഉണ്ടായിരുന്ന എന്തെങ്കിലും പ്രാരാബ്ധങ്ങൾ നമ്മളിൽ അവശേഷിക്കുന്നു എങ്കിൽ നിന്റെ പ്രവൃത്തി മൂലം നീ ഒരു ഗുരുവിനെ കണ്ടെത്തി ആ ഗുരുവിൻ്റെ നിർദ്ദേശത്തിലൂടെ മാർഗദർശനം തേടി, മാർഗദർശനം കണ്ടെത്തി, ലക്ഷ്യത്തിലെത്തി, നിന്റെ കർമ്മങ്ങൾ അവസാനിപ്പിച്ച്, നിന്റെ ജന്മങ്ങൾ അവസാനിപ്പിച്ച് നീ എന്നിലേക്ക് ലയിക്കുക എന്ന് നിർദ്ദേശിച്ചാണ് ഭഗവാൻ നമ്മളെ വിടുന്നത്. അവിടെയാണ് ഈ വീട് കത്തിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. അങ്ങനെ വീട് കത്തിച്ചു കഴിഞ്ഞാൽ, സംശയമില്ലാതായാൽ, ഭയമില്ലാതായാൽ, നമുക്ക് കബീർദാസ് ജി പറഞ്ഞത് പൊന്നുപോലെ മനസ്സിലാകുന്നത്, ഇവിടെ എല്ലാം മണ്ണാണ്. മണ്ണിന് വിദഗ്ധനായ ഒരു കലാകാരൻ രൂപപ്പെടുത്തുന്ന ഭാവഭേദങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. സുന്ദരിയായ മനുഷ്യ സ്ത്രീയായാലും ഏറ്റവും വികൃതനായ ജീവിയായാലും അവനിലെല്ലാം തുടിക്കുന്ന ഒരേ ചൈതന്യം, അതുമാത്രമാണ് സ്ഥിരമായുള്ളത്, അത് മാത്രമാണ് ഈ ലോകത്തിൻ്റെ യൂണിഫോമിറ്റി എന്ന് മനസ്സിലാക്കുന്നവൻ മണ്ണാണ് എന്ന സത്യം മനസ്സിലാക്കി ഈ മണ്ണിൽ നിന്ന് വിട പറയാൻ സമയത്തേക്ക് ആ സത്യത്തിൻ്റെ അന്വേഷണ യാത്ര അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കും. അവിടെ മകനെ ഉപേക്ഷിക്കേണ്ടതില്ല, മകളെ ഉപേക്ഷിക്കേണ്ടതില്ല. തൻ്റെ കർമ്മങ്ങളിൽ ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ നിന്റെ കർമ്മം മറ്റുള്ളവർക്ക് ഉപകാരമായി തീരണം, ഉപദ്രവമായി തീരരുത് എന്ന ദൃഢമായ തീരുമാനം നമ്മൾ എടുത്താൽ തീർച്ചയായിട്ടും ഈ ജന്മമാണ് നമുക്ക് മോക്ഷം, ഒരു സംശയവും വേണ്ട. നമ്മൾ സന്യാസം സ്വീകരിക്കും, വീട്ടിൽ താമസിച്ചുകൊണ്ട് നമ്മുടെ കൊച്ചുമക്കളെ താലോലിച്ചുകൊണ്ട്. ഇതെല്ലാം ഭഗവാൻ നമുക്ക് തരുന്നതാണ്. ഭഗവാനാണ് നമ്മളോട് പറയുന്നത് ഇങ്ങനെ ചെയ്യ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാം ശ്രീകൃഷ്ണാർപ്പണമസ്തു എന്ന് ഓരോ കർമ്മം ചെയ്യുമ്പോഴും പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ ഇത് മണ്ണാണ് എന്ന സത്യം നമുക്ക് മനസ്സിലാക്കും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ പിന്നെ നമ്മൾ പറയുന്നതാണ് ആനന്ദ് കാ ഘർ പായോ ഹേ, ആനന്ദത്തിൻ്റെ വീട് നമുക്ക് ലഭിക്കും. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു വീടുകളിലും ഇല്ലാത്തൊരു സാധനം, അതുകൊണ്ട് നിറച്ച ഒരു സാധനം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ഇന്നത്തെ ദോഹ അതിൻ്റെ പേരാണ് ആനന്ദ് കാ ഘർ പായോ ഹേ. ആനന്ദ് കാ ഘർ പായോ ഹേ, ആനന്ദ് കാ ഘർ പായോ രേ, संतों आनंद का घर पायो, अंदर दीप जले ज्ञान का, मन का आदेश, मन का आदेश होए, नाचुम गावुम मंगल गावुम, मन आनंद भर आयो. कहता कबीर सुनो भाई साधो, गुरु मिल सहज समाये, आनंद का घर पायो रे. അങ്ങനെ ഈ വീടുകളുടെ എല്ലാം ഉള്ളിൽ മനസ്സിലാക്കേണ്ടതിനെ എല്ലാം നമ്മൾ മനസ്സിലാക്കി, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച്, നമ്മളുടെ വീടുകളിലെ അച്ഛനായാലും മകനായാലും അപ്പൂപ്പനായാലും എല്ലാം അവരവർക്കെല്ലാം ഓരോ കർമ്മങ്ങളുണ്ട്, അത് മാത്രമാണ് ചെയ്യേണ്ടത്. അറ്റാച്ച്ഡ് ആവരുത്, തൂങ്ങിക്കിടക്കരുത് ഒന്നിലുമെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ കബീർദാസിൻ്റെ പാതയിലേക്ക്, ഗുരു നിർദ്ദേശിക്കുന്ന പാതയിലേക്ക് നമ്മളും എത്തിച്ചേരും. ആനന്ദ് കാ ഘർ പായോരെ, സന്തോം ആനന്ദ് കാ ഘർ പായോരെ, ആനന്ദത്തിൻ്റെ വീട് ഞാൻ കണ്ടെത്തി. സന്തോം സാധകരെ എന്നാണ് കബീർദാസ് പറയുന്നത്.
ഗുരുദാസിനെ പറ്റി വലിയൊരു അമളിയുണ്ട്. ഗുരുജി നമ്മളോട് ഉപാസനയൊക്കെ തുടങ്ങാൻ പറഞ്ഞപ്പോൾ അന്നത്തെ ഈഗോ കൊണ്ട് ആ മുറിയുടെ കട്ടളയിൽ നമ്മൾ എഴുതി വെച്ചു, പ്രവേശനം സാധകർക്ക് മാത്രം. എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരും പിന്നെ അവിടെ കയറിയിട്ടില്ല. മനസ്സിലായില്ലേ? എൻ്റെ കുടുംബത്തിൽ പിന്നെ ആരും അതിനകത്തോടെ കയറിയിട്ടില്ല. അതാണ് കബീർദാസ് പറയുന്നത്, സാധകരോടാണ് ഞാൻ സംസാരിക്കുന്നതെന്നാണ് പറയുന്നത്. അല്ലാത്തവർ ഇത് കേൾക്കണ്ട. സാധകരോടാണ് ഞാൻ സംസാരിക്കുന്നത്, അന്വേഷിക്കുന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നത്, നിരീക്ഷണമുള്ളവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ ആനന്ദത്തിൻ്റെ വീട് കണ്ടെത്തി. അതാണ് പറയുന്നത്. അപ്പോൾ സാധുക്കളെ, ആനന്ദത്തിൻ്റെ വീട് ഞാൻ കണ്ടെത്തി. എവിടെയാണ് ഈ ആനന്ദത്തിൻ്റെ വീട്? ഇതുവരെയും നമ്മൾ ആനന്ദം കണ്ടെത്താൻ ശ്രമിച്ചു, ശരിയല്ലേ? എവിടേക്കാണ് നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചത്? ബന്ധങ്ങളിൽ, വസ്തുക്കളിൽ, ഇല്ലേ? പുറത്തെന്താണോ കാണുന്നത് അതിലൊക്കെയാണ്, ഉപരിതലത്തിലാണ് നമ്മൾ ഈ സ്വസ്ഥത, ഈ ആനന്ദം കണ്ടെത്താൻ നമ്മൾ ശ്രമിച്ചത്. ഗുരുദാസ് പറയുന്നു, ഒരു കാര്യവുമില്ല അതിനകത്തിൽ. ആനന്ദം, ശരിയായ ആനന്ദം ഉള്ളിലാണ്. ആനന്ദഭവനം ഉള്ളിലാണ് നിർമ്മിക്കേണ്ടത്. നേരത്തെ പറഞ്ഞത്, അസ്ഥിരമായിരിക്കുന്നതിൽ നമ്മൾ വീട് വെച്ചാൽ പൊളിഞ്ഞു വീഴും. അപ്പൊ ഉള്ളിൽ ആനന്ദമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ആനന്ദം നിറയ്ക്കുന്ന ഒരു വീട്, അവിടെ ഞാൻ ആ ആനന്ദം കണ്ടെത്തി. ആനന്ദം നമ്മളെല്ലാം കണ്ടെത്തുന്നത് സന്തോഷം അല്ലേ? ഒന്ന് എണ്ണി നോക്കിയോ, തിരിഞ്ഞു നോക്കിയോ? ജീവിതത്തിൽ എത്ര പ്രാവശ്യം നമ്മൾ സന്തോഷിക്കും, ഇല്ലേ? ഒരു മകൾ പിറക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കും, ഒരു പരീക്ഷയിൽ റാങ്ക് കിട്ടുമ്പോൾ നമ്മൾ സന്തോഷിക്കും, അപ്പോയിൻമെന്റ് കിട്ടിയാൽ വലിയ സന്തോഷം, അപ്പോയിൻമെന്റ് കിട്ടി പെർമനൻ്റായി ഒരു ലീവ് എടുക്കുമ്പോൾ അതിലും വലിയ സന്തോഷം, ഇല്ലേ? എത്ര പ്രാവശ്യമാണ് നമ്മൾ ഈ ജീവിതത്തിൽ സന്തോഷിച്ചത്. ഇനി നമ്മൾ കണക്കെടുക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കൂടി, നമ്മൾക്ക് ദുഃഖം വന്ന അവസരങ്ങളുമുണ്ട്. അത് ഒട്ടും കുറവായിരിക്കത്തില്ല. ഓർക്കാൻ നമ്മൾ തയ്യാറാകില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓർക്കാൻ നമ്മൾ തയ്യാറാകില്ല. സന്തോഷം നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും. വേണമെങ്കിൽ കവിത വരെ രചിച്ചു കളയാനായിട്ട്, അല്ലേ? സന്തോഷം എപ്പോൾ നമ്മൾ ആഗ്രഹിച്ചോ അപ്പോൾ നമ്മൾ പുറത്തേക്ക് നോക്കി, പുറത്തെ വസ്തുക്കളിൽ നമ്മൾ അഭയം തേടി. സന്താപം അതിൻ്റെ കൂട്ടത്തിൽ വന്നു. കയറ്റമുണ്ടെങ്കിൽ ഇറക്കമുണ്ട്, നിയമം. സന്താപം എന്ന് പറഞ്ഞ്, ഈ ഭഗവാൻ എന്നെ എന്തിനാണ് ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുന്നത്? സന്തോഷം വന്നപ്പോഴോ അങ്ങനെ ഒരു കാര്യം കക്ഷിയെ ഓർത്തതേ ഇല്ല നമ്മൾ. ഇവിടെ കബീർദാസ് നമ്മളോട് പറയുന്നു, നീ ആനന്ദം കണ്ടെത്തണം. ഞാൻ കണ്ടെത്തി. ആനന്ദത്തിന്റെ വിപരീതമെന്നോ ആനന്ദത്തിന്റെ ഉയർച്ചയെന്നോ പറയുന്നത് എവിടെയാണ്? പരമാനന്ദമാണ്. ആനന്ദം ലഭിച്ചവന് പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള ദുഃഖമുണ്ടോ? ഉണ്ടോ? ഇല്ല. കാരണം സ്വതന്ത്രമായ സന്തോഷമാണ് ആനന്ദം. ഒന്നിലും ഊന്നിയല്ലാതെ നമുക്ക് ലഭിക്കുന്ന പരമമായ സന്തോഷമാണ് ആനന്ദം, അല്ലേ? കൽക്കട്ടൻ തെരുവീതികളിലൂടെ പൂർണ്ണ നഗ്നനായി നൃത്തമാടിയ പരമഹംസർക്ക് കിട്ടിയതാണ് ആനന്ദം. പൂർണ്ണ ധ്യാനസ്ഥിതനായി ബുദ്ധൻ ആർജിച്ചതെന്താണോ അതാണ് ആനന്ദം. ആ ആനന്ദം കഴിഞ്ഞാലോ ആ ആനന്ദത്തെക്കുറിച്ച് ഓർത്തിട്ടുള്ള പരമാനന്ദം. അങ്ങനെ ജീവിക്കുന്നവർക്ക് എവിടെയാണ് സന്താപം? അവരുടെ യാത്ര മുന്നോട്ടായിരിക്കും. അങ്ങനെ മുൻപോട്ടുള്ള ഈ യാത്രയിൽ ഈ സുഖങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ശരിക്കും ആനന്ദം എന്ന് പറഞ്ഞാൽ സ്ഥിരമാണ്, ശാശ്വതമാണ്. ഇനി നിങ്ങൾ തിരഞ്ഞോളൂ. സ്ഥിരമായതും
ശാശ്വതവുമായ ഒരു സന്തോഷം കണ്ടെത്തൂ. ആനന്ദമായി അല്ലേ? ഇല്ലെങ്കിൽ ആനന്ദം കണ്ടെത്തണം. ഇല്ലെങ്കിൽ ആനന്ദം കണ്ടെത്തണം. ഇവിടെ പറയുന്നതും അത് തന്നെയാണ്. ഞാൻ അങ്ങനെ എൻ്റെ ആ വീട് കണ്ടെത്തി. ആനന്ദം മാത്രമുള്ള, ആനന്ദം നിറഞ്ഞു നിൽക്കുന്ന ആ വീട് ഞാൻ കണ്ടെത്തി. അതിനായി ഞാൻ എന്തു ചെയ്തു? എന്നിലെ വിവേകത്തെ ഉണർത്തി. ആ ആനന്ദം കണ്ടെത്താൻ ഞാൻ വിവേകിയായി. എപ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ വിവേകമായി മാറുന്നത്? ആ കർമ്മങ്ങളിൽ എപ്പോഴാണോ നമ്മൾ വിവേകം ചാലിക്കുന്നത്? ബുദ്ധിയല്ല. ബുദ്ധി ചാലിക്കുമ്പോൾ ജോലി ചെയ്യുന്നത് ബ്രെയിൻ. വിവേകം ചാലിക്കുമ്പോൾ ഹാർട്ട്. ഒന്നുകിൽ ഐ ഉണ്ട്, രണ്ടിൽ വി ഉണ്ട്. അതുകൊണ്ട് എപ്പോഴാണോ വിവേകമതിയായി തീരുന്നത് അപ്പോഴാണ് ആനന്ദം ലഭിക്കുന്നത്. എല്ലാത്തിനെയും, മുൻപിൽ കാണുന്നതിനെയെല്ലാം വിവേചിച്ചറിയാൻ നമുക്ക് കഴിയണം. എങ്ങനെയാണ് വിവേചിച്ചറിയാൻ നമുക്ക് കഴിയുന്നത്? നമ്മൾ ആയിരിക്കുന്ന മടുക്ക, അല്ലെങ്കിൽ എന്താ പറയാ, മൺചട്ടി പൂജയിൽ തണുക്കാൻ വെള്ളം കൊണ്ടുവച്ചിരിക്കുകയാണല്ലേ. കണ്ടാൽ നമ്മൾ അഭിപ്രായം പറയും, വളരെ സുന്ദരമായിരിക്കുന്നു, നല്ല തണുപ്പുണ്ട്, കൂടുതൽ വെള്ളം കൊള്ളും. ഇതിനപ്പുറം സുന്ദരമായ ഈ സൃഷ്ടി ആരുടേതാണ്? അപ്പുറത്തെ ഗോപാലൻ്റെതാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത്. അയാൾ നല്ല കരവിരുതുള്ള ആളാണ് അല്ലേ? ആ കരവിരുതുള്ള മനുഷ്യൻ ഉണ്ടാക്കിയതാണിത്. കരവിരുത് എവിടെ നിന്ന് വന്നു? ഗോപാലന്റെ കരവിരുത് എവിടെ നിന്നാണ് വന്നത്? ഉണ്ടോ? ഉത്തരമുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു. ഗോപാലന്റെ കരവിരുത് എങ്ങനെയാണ് വന്നത്? ഇനി തിരിച്ചു ചിന്തിക്കൂ, വസ്തുവിലേക്ക് വരൂ. കലം എന്തിനാൽ ഉണ്ടാക്കി? മണ്ണിനാൽ ഉണ്ടാക്കി. മണ്ണ് എവിടെ നിന്നുണ്ടായി? 4 ചോദ്യം കൂടെ ചോദിക്കുമ്പോൾ ചോദ്യം തീർന്നു ഇല്ലേ? നമ്മുടെ യാത്ര അവിടെ തീരുകയാണ്. ഓരോന്നിലും ചിന്തിച്ചേ, എന്തിലും ചിന്തിച്ചേ. നമ്മളെത്താത്ത ഒരു ഉത്തരം നമ്മളെ കാത്തിരിക്കുന്നു എന്നാണ് അതിൻ്റെ ഉത്തരം. അങ്ങനെ ചിന്തിക്കണം എന്നാണ്. അങ്ങനെയാണ് വിവേകിയായി വിവേചിച്ചറിഞ്ഞ് നമ്മൾ മുൻപോട്ട് പോകേണ്ടത്. അങ്ങനെ പോകുമ്പോൾ അന്തർ ദീപ് ജലേ, എന്തിൻ്റെ ദീപം തെളിയണം? അകത്തെന്തിൻ്റെ ദീപം തെളിയണം? ജ്ഞാനത്തിൻ്റെ ദീപം തെളിയണം. അങ്ങനെ ജ്ഞാനത്തിൻ്റെ ദീപം തെളിഞ്ഞാലോ മൻക അന്ധേര ഖോയേ, മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന, പൂർണ്ണമായും ഉണ്ടായിരുന്ന അന്ധേര എന്ന് പറഞ്ഞാൽ ഇരുട്ട് ഇല്ലാതാകും. എങ്ങനെയാണോ ഇരുട്ട് പടർന്നു കിടക്കുന്ന ഒരു മുറിയിൽ നമ്മൾ ഒരു ദീപം ജ്വലിപ്പിക്കുന്നത്, അപ്പോൾ ആ മുറിയിൽ എന്തൊക്കെ വസ്തുക്കളുണ്ട് എന്ന് വസ്തുവിചാരത്തിലൂടെ നമ്മൾ കണ്ടെത്തുന്നത്, അതേപോലെ ജ്ഞാനത്തിൻ്റെ ദീപം നമ്മളിൽ തെളിയുമ്പോൾ നമ്മളിൽ എന്തൊക്കെയുണ്ട് എന്ന് പൂർണ്ണമായി നമുക്ക് ബോധ്യമാകും. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഒരു ബുദ്ധന് ഭാര്യയും കൊട്ടാരവും ഒക്കെ ഉപേക്ഷിച്ചിറങ്ങേണ്ടി വന്നു ഇത് കണ്ടുപിടിക്കാൻ അല്ലേ? തിരിച്ചു വന്നപ്പോൾ ഭാര്യ അതേ ചോദ്യം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ പോയത്? സത്യത്തെ കണ്ടെത്താനാണെന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഇവിടെ ഇരുന്നങ്ങ് കണ്ടെത്തിയാൽ പോരായിരുന്നോ എന്ന് ഭാര്യ ചോദിച്ചു. തമ്മിലുള്ള വ്യത്യാസം പ്രായോഗികമായി ബുദ്ധൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങിയപ്പോൾ നേരത്തെ പറഞ്ഞ വിവേചിച്ച് അറിയാനുള്ള ശക്തി ബുദ്ധനിൽ ഉണർന്നു. ജീവിത ദുഃഖത്തിൻ്റെ കാരണമെന്ത് എന്ന ചോദ്യത്തിന് നശ്വരതയാണ് അതിന് കാരണം. നശ്വരതയെ അനശ്വരമാക്കി നിർത്തുന്നവനാണ്
ഇവിടെ വിഡ്ഢി, ഇവിടെ ദുഃഖിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അന്തപുരത്തിൽ ഭാര്യയോടൊപ്പം രമിച്ചാൽ മതിയോ? പോരാ. വിട്ടിറങ്ങി ബുധൻ, കണ്ടുപിടിച്ചു. ഇവിടെയും അതുതന്നെയാണ്. ജ്ഞാനത്തിൻ്റെ ദീപം നമ്മുടെ ഉള്ളിൽ ജ്വലിക്കണം. ജ്വലിക്കുമ്പോൾ എങ്ങനെയാണോ ഒരു റൂമിൽ, ഒരു വീട്ടിൽ ഒരു ജ്വാല പടരുമ്പോൾ ഇരുട്ടിൽ നിന്നും അവിടെയുള്ള വസ്തുക്കളുടെ പ്രകാശം നമുക്ക് ലഭിക്കുന്നത്, തിരിച്ചറിയൽ നമുക്ക് ലഭിക്കുന്നത്, അതേപോലെ ഈ ലോകത്തിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ആ ജ്ഞാനദീപം നമ്മളിൽ ഓരോരുത്തരിലും തെളിക്കണം. കൂടാതെ അങ്ങനെ ജ്ഞാനദീപം നമ്മളിൽ തെളിഞ്ഞാൽ ഇവിടെ അന്ധകാരം, ഇരുട്ട്, നമുക്ക് നേരത്തെ പറഞ്ഞ ഭയം, എന്തിനോടും ഏതിനോടുമുള്ള ഭയം എന്തുകൊണ്ട് വരുന്നു? ഞാൻ എന്ന കൺസെപ്റ്റ്. ഞാൻ ചെയ്തത് ശരിയാണോ? ഇതാണ് നമ്മുടെ ചോദ്യം. ഞാൻ ചെയ്തത് തെറ്റാണോ? ആ ചോദ്യം വരുമ്പോഴാണ് ഭയം വരുന്നത്. ആ ഭയത്തെ ഇതൊന്നും ചെയ്യുന്നത് ഞാനല്ല, ഇതൊന്നും ചെയ്യുന്നത് ഞാനല്ല. ഗുരു പറയുന്നത് പോലെ ഏറ്റവും നല്ല ഒരു മുളന്തണ്ട് അതെത്രമാത്രം ശൂന്യമാകുന്നുവോ അതിൽ നിന്നും അത്രമാത്രം മധുരമായ ഗാനം ഉണരും എന്ന് പറയുന്നത് പോലെ നമ്മൾ സാധകർ അങ്ങനെ പറഞ്ഞു നിർത്തരുതെന്നാണ്. എവിടെ നിന്നാണ് ഈ ഗാനം വരുന്നതെന്ന് കൂടി നമ്മൾ ആലോചിക്കണം എന്നാണ് സാധകരെ സംബന്ധിച്ച്. അവിടെ നിർത്താൻ പാടില്ല. അപ്പം അങ്ങനെ ആയിത്തീരുന്നത് പോലെ നമ്മളിതൊന്നും നമ്മുടേതല്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വിവേചിച്ചറിഞ്ഞ് ശൂന്യരായി പോകുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഉള്ളിൽ ജ്ഞാനദീപം തെളിയുന്നത്. അങ്ങനെ തെളിഞ്ഞാൽ പിന്നെ നാച്ചും ഗാവും മംഗൽ ഗാവും പിന്നൊരു മേളമാണെന്നാണ്. മേളം എന്ന് പറഞ്ഞാൽ ആര് നിൽക്കുന്നതെന്ന് നമ്മൾ നോക്കില്ല, ആര് കാണുന്നെന്ന് നമ്മൾ ഭയപ്പെടില്ല, എവിടെയാണെന്ന് ആലോചിക്കില്ല. അങ്ങനെ ഒന്നും ആലോചിക്കാതെ നമ്മൾ ആടാനും പാടാനും മംഗളഗീതം പാടാനും തയ്യാറാകും. എന്തുകൊണ്ടാണ്? പൂർണ്ണമായും അയാൾ ആ സമയം ആനന്ദത്തിലായിരിക്കും. സന്തോഷമില്ല, ദുഃഖമില്ല, ആനന്ദം മാത്രം. ആനന്ദത്തിൻ്റെ പരമോന്നതിയിൽ പരമാനന്ദം. അങ്ങനെയുള്ളവര് അതിങ്ങനെ. അപ്പോൾ ഓർത്തിരിക്കണം, ഈ ഇരുട്ട് നമ്മുടെ ഭയമാണ്, അഹംഭാവമാണ്, സംശയങ്ങളാണ്. അതിനെ നമ്മൾ ദൂരീകരിച്ചാൽ ആ ജ്ഞാനമാകുന്ന, വിവേകമാകുന്ന വലിയ ഉണർവ് നമ്മളിൽ ലഭിച്ചാൽ തീർച്ചയായിട്ടും നമുക്കും മതിമറന്ന് പാടാൻ കഴിയും. മദ്യത്തിൻ്റെ അകമ്പടിയില്ലാതെ, ചരസിൻ്റെ അകമ്പടിയില്ലാതെ, അതിലും വലിയ മയക്കുമരുന്ന് കഴിച്ച ഒരാളെ പോലെ ആനന്ദ നൃത്തമാടാൻ നമുക്ക് കഴിയും. അങ്ങനെ കഴിയണം. അങ്ങനെ ആടുകയാണ് കബീർദാസ്. എന്നിട്ടോ കഹത്തെ കബീർ സുനോ ഭായി സാധോ. അതുകൊണ്ട് എന്നെ കേൾക്കാൻ തയ്യാറാകുന്നവരോട് മാത്രം, എന്നെ കേൾക്കാൻ തയ്യാറാകുന്നവരോട് മാത്രം എന്ന് പറയുമ്പോൾ സാധകരെന്ന് പറയുന്നവരോടല്ല, സാധന ചെയ്യുന്നവരോടാണ്. നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മുടെ ശൽക്കം പൊഴിച്ചിട്ടുള്ളവരോട്, അനാവശ്യമായി നമ്മൾ ചുമന്നുകൊണ്ട് നടന്നതിനെയൊക്കെ ഗുരുനിർദ്ദേശം ലഭിച്ച് അത് പ്രാവർത്തികമാക്കി ആ വഴിയിൽ ലക്ഷ്യത്തിലെത്തി ഗുരുദർശനം സാധ്യമാക്കിയവർ ചെയ്തതുപോലെ പലപ്പോഴായി ശൽക്കങ്ങൾ കൊഴിച്ച് ഇനിയും കൊഴിയാനുണ്ട് എന്ന് ബോധ്യപ്പെട്ട് മുൻപോട്ട് പോകുന്നവരോട് കബീർദാസ് പറയുന്നു. എന്താണ് പറയുന്നത്? ഗുരു മിൽ സഹജ് സമായേ. ഗുരുവിനെ, ഗുരുദർശനം എനിക്ക് ലഭിച്ചു. സഹജമായി ആണ് ഞാനത്, അല്ലെങ്കിൽ ഞാനത് പ്രാപ്യമാക്കിയത് എന്നാണ്. എന്താണ് സഹജം? നമ്മൾ എന്തൊക്കെ പ്രയാസമാണ് നമ്മുടെ ഗുരുജി പറയുന്നത് കേൾക്കാൻ അനുഭവിക്കുന്നത്. ശരിയല്ലേ? നമ്മളൊക്കെ എന്തൊക്കെ പ്രയാസപ്പെടാണ്, ദിവസം ടെൻഷനാണ്. ഗുരു ഇങ്ങനെ പറഞ്ഞു, അത് ചെയ്തില്ല, ഇങ്ങനെ പറഞ്ഞു, അത് ചെയ്തില്ല, ഇതിനി എന്തായിത്തീരും, അതിനി എന്തായി. ഇവിടെ കബീർദാസ് പറയുന്നു ഒന്നുമില്ല, എൻ്റെ ഗുരുദർശനം എനിക്ക് ലഭിച്ചു, എൻ്റെ ഗുരുദർശനം എനിക്ക് ലഭിച്ചു സഹജമായി എന്ന് പറഞ്ഞാൽ ഒരു സമ്മർദ്ദവുമില്ലാതെ
ഒരു ഹാർഡ് വർക്കുമില്ലാതെ എനിക്ക് എൻ്റെ ഗുരുവിൻ്റെ ദർശനം ലഭിച്ചു. സാധകരെ, നിങ്ങളും കേൾക്കണം. എങ്ങനെയാണ്? ആദ്യം നമുക്കിവിടെ വന്നപ്പോൾ നമുക്ക് സംശയം, റോബിടണം, യൂണിഫോം സ്വീകരിക്കണം, അപ്പുറത്ത് അത് പാടില്ല. ഇവിടെ ഗുരുവാണെങ്കിൽ കഴിയുന്ന അന്നേരം ലോകം മുഴുവൻ അറിയിക്കും ഇന്നാളിട്ടിട്ടുണ്ടെന്ന്. ശരിയല്ലേ? ഇറങ്ങുന്നതിന് മുമ്പേ ചിത്രം വരും. ഒരു സമ്മർദ്ദമായില്ലേ? വീട്ടിൽ ചെല്ലുമ്പോൾ ഭർത്താവായാൽ, ഭാര്യയായാൽ, മകനായാൽ ഒരു പരിവമായി. ശ്രദ്ധിച്ചിട്ടില്ലേ? വീട്ടിൽ ആൺകുട്ടികൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ എന്ത് പറയും നമ്മൾ? പയ്യനല്ലേ, പോട്ടെ. ശരിയല്ലേ? അവനൊന്ന് ബീഡി വലിച്ച സാരമില്ലെന്ന്. ആണുങ്ങളല്ലേ അങ്ങനെയൊക്കെ സംഭവിക്കും. ഇവൻ 4 നേരം നാമം ജപിച്ചാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. വീട്ടിൽ കുത്തിയത് 4 നേരം ഇവനങ്ങ് നാമം ജപിക്കാണ്ട് രാമ 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 നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ ആ സെക്കൻഡിലടുത്ത ഹോസ്പിറ്റലിൽ അവനെ അഡ്മിറ്റ് ചെയ്യും. അല്ലേ? ശരിയല്ലേ? നമ്മുടെ മക്കളെ ആരും ആലോചിച്ച് നോക്കും. ഇവനെന്തോ കുഴപ്പമുണ്ടെന്നാണ് പിന്നത്തെ ധാരണ. ഇവനെന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് ഇവനിങ്ങനെ രാമ രാമ എന്ന്. അവനൊരു ഉപവാസം കൂടെ എടുത്തുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. കഴിക്കുന്നുകൂടെ ഇല്ലെങ്കിൽ ഡോക്ടർമാരുടെ എണ്ണം കൂടും. ഇതൊന്നുമില്ലാതെ ഞാൻ എൻ്റെ ഗുരുവിനെ കണ്ടെത്തി, എനിക്കെൻ്റെ ഗുരുദർശനം ലഭിച്ചു. എങ്ങനെ? നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഭയം കൊണ്ടുണ്ടാക്കി വെച്ചത് എന്തൊക്കെയാണോ അതെല്ലാം ഞാൻ മാറ്റി. എങ്ങനെ? ഞാനല്ല, മൊത്തത്തിനും ഞാനായിരിക്കുന്ന ഗുരു മാറ്റി. ഗുരുവിൻ്റെ നിർദ്ദേശം കൊണ്ട് ഞാനത് നടപ്പാക്കാൻ ശ്രമിച്ചു. അതിനോട് ഞാൻ സമർപ്പണം ചെയ്തു. എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അഹംഭാവം, ഈ അടുത്തിടയ്ക്ക് ഒരാൾ പറഞ്ഞതാ, ഞാൻ എന്ന് പറയരുത്, പിന്നെന്ത് പറയണം? നമ്മളെന്ന് പറയണം. നമ്മൾ എന്ന് പറയണം. എപ്പോഴെങ്കിലും ശ്രീരാമകൃഷ്ണ സർ നമ്മൾ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. പറഞ്ഞിട്ടേ ഞാൻ തന്നെ പറയുന്നത്. ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്താണ് വ്യത്യാസം? എൻ്റെ സ്വാമി എന്ന് ഞാൻ പറയുമ്പോൾ സ്വാമിക്കെന്ത് കാരിക്കേച്ചറാണോ ഉള്ളത് അത് തന്നെയാണ് എൻ്റെ എന്ന് ഞാൻ പറയുന്നതിലുമുള്ളത്. സമരസപ്പെടണം ഗുരുവും ശിഷ്യനും. അപ്പോൾ എൻ്റെ എന്ന വെർബൽ വേർഡാണോ പ്രശ്നം? ആണോ? അല്ല. നമ്മളെന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ ഞാനാണെങ്കിലോ വ്യത്യാസമുണ്ടോ? ഇപ്പോൾ വെർബലിയുള്ള വ്യത്യാസമല്ല. നമ്മുടെ ചുറ്റിനുമുള്ളത് എന്താണോ, നമ്മുടെ ഉള്ളിലുള്ളത് എന്താണോ അതെല്ലാമാണ് ഇവിടെ ഇരിക്കുന്നത്. വിവിധ നാമ രൂപ ഭേദങ്ങൾ മാത്രം എന്ന ചിന്തയാണ് അഹം ബ്രഹ്മാസ്മിയിൽ നിന്ന് അഹം ബ്രഹ്മാസ്മിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അങ്ങനെയുള്ള പാതയിൽ ഗുരുവിന് പൂർണ്ണമായി സമർപ്പണം ചെയ്ത്, ഓർത്തിരിക്കണം, ഗുരു പറയുന്ന പല കാര്യങ്ങളും നമുക്ക് നടപ്പാക്കാൻ പറ്റുന്നതല്ല. ആണോ? പൂർണ്ണമായും ഗുരു പറഞ്ഞാൽ നമുക്ക് നടപ്പാക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഗുരു പറയുന്നൊന്നും ഇന്നത്തെ കാര്യമല്ല. ഗുരു നമ്മളോട് പറയും ഞാൻ അന്നത്തെ സത്യമാണ് പറയുന്നതെന്നൊക്കെ പറയും. അല്ല, ഭാവിയിൽ തൻ്റെ ശിഷ്യനെ എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കണം അതിനനുസരിച്ചുള്ള നിർദ്ദേശമാണ് ഓരോ ദിവസവും ഗുരു നമുക്ക് തരുന്നത്. നമ്മുടെ തലത്തിൽ നിന്ന് നോക്കിയാൽ ഒരിക്കലും അതിൻ്റെ അന്തസ്സത്തെ നമുക്ക് മനസ്സിലാകില്ല. അതുകൊണ്ട് ഗുരു എന്താണോ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കണം. അങ്ങനെ അക്ഷരം പ്രതി അനുസരിച്ചാൽ നാളെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇന്നലെ ഗുരു പറഞ്ഞത് ഈ ഇന്നത്തെ സത്യത്തിന് വേണ്ടി ആണ് എന്നുള്ളത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇന്ന് ഈ നിമിഷം ജീവിക്കാൻ വേണ്ടിയാണ് ഗുരു നമ്മളോട് അന്ന് ആ നിർദ്ദേശങ്ങൾ തന്നത് എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ ഒരു ശിഷ്യൻ്റെ ജീവിതം മൈൻഡ്ഫുള്ളാകും. അവൻ്റെ ഓരോ നിമിഷവും അവൻ മൈൻഡ്ഫുൾനെസ് കൊണ്ട് നിറയ്ക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ അവൻ ഇന്ന് മാത്രം, നാളെയില്ല, ഇന്നലെയില്ല. എന്തൊരു സുഖമാണ് ആ ജീവിതത്തിന്. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷത്തിൽ ഇതെല്ലാം ഗുരുദാസ് ഇങ്ങനെ വാചകടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ചിന്ത മാത്രം നിൽക്കുന്ന എത്ര പേര് കാണും ഇവിടെ?
കുറവാണ്. എൻ്റെ ഉള്ളിൽ പോലും ഇല്ല. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഉള്ളിൽ പോലും അല്ല പൂർണ്ണമായിട്ട്. പിന്നെങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരെയും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്? ഒരിക്കലും സാധ്യമല്ല. പക്ഷേ അതിലേക്കുള്ള യാത്രയാണ് നമ്മുടെ ഈ ആത്മീയ യാത്ര. നിരന്തരമായ പരിശ്രമം. ഒരു ഉപാധിയും വെച്ച് ശരീരത്തെ ഒരിക്കലും ദ്രോഹിക്കാൻ പാടില്ല. അതൊന്നുമല്ല സാധന, അതൊന്നുമല്ല ആത്മീയ യാത്ര. പരിശ്രമം ചെയ്യണം, ശ്രദ്ധവാനായിരിക്കണം, സമർപ്പണമുണ്ടായിരിക്കണം. ഒരു സംശയവും വേണ്ട. എങ്ങനെയാണോ നമ്മുടെ കബീർദാസ് ജി എന്ന മഹാത്മാവിന് അദ്ദേഹത്തിൻ്റെ ഗുരുദർശനം ലഭിച്ചത്, പൂർണ്ണമായും ആനന്ദത്തിൽ അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിഞ്ഞത്, അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഈ ജന്മത്തിൽ, അടുത്ത ജന്മമല്ല, ഈ ജന്മത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അങ്ങനെയുള്ള ഒരു ജീവിതം ഗുരുവായി എല്ലാവർക്കും തരട്ടെ എന്ന് മാത്രം ആ പാദങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, തീർച്ചയായിട്ടും ഗുരു തരണമെങ്കിൽ 50-50 ആണ്, ഓർത്തിരിക്കണം, മറക്കരുത്. 50% നമ്മൾ ചെയ്താൽ മാത്രമേ 50% അവിടെ നിന്ന് കിട്ടൂ എന്ന് പറയുമ്പോൾ നമ്മുടെ കുരുട്ട് ബുദ്ധിമുട്ട് നമ്മൾ എന്താലോചിക്കും? 50% ഗുരുവിൻ്റെക്ക് അന്നേരം ഞാൻ 100-ൽ പാസ്സായി, 50% ആയില്ലേ? വേണ്ട, അങ്ങനെയുള്ള ഒരു ചിന്തയും വേണ്ട. 50% നമ്മൾ സമർപ്പിച്ചാൽ ഒരു സംശയവും വേണ്ട, 110% നമ്മുടെ ഗുരു തിരിച്ചു തരും. തീർച്ചയായിട്ടും നമ്മൾ ആത്മവിശ്വാസത്തോടു കൂടി മറ്റുള്ള ഭയങ്ങളെ, അഹംഭാവത്തെ എല്ലാം മാറ്റിവെച്ച് നമ്മൾ നമ്മുടെ ആത്മീയ യാത്ര ഗുരുദർശനത്തിലേക്ക് എത്തുന്ന രീതിയിൽ തുടരട്ടെ എന്ന് ആ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഹരി ഓം.